ഹോട്ടലിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കാലാവധി കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങളും. വീണ്ടും തലസ്ഥാനത്ത് ഭക്ഷ്യ വിഷബാധ. കാട്ടാക്കടയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാട്ടാക്കട കിള്ളിയിൽ പ്രവർത്തിക്കുന്ന കഫേ 49 എന്ന ഭക്ഷണശാലയാണ് പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് സ്ക്വാഡും ചേർന്ന് പൂട്ടിച്ചത്. ഇന്നലെ രാത്രി ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച മലയൻകീഴ് സ്വദേശിയായ യുവാവിന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുകയും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ ഹോട്ടലിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതായും ഉപയോഗിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും കാലാവധി കഴിഞ്ഞതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കോഴിയിറച്ചി അഴുകിയ നിലയിലാണെന്നും പരിശോധനയിൽ വ്യക്തമായി. സ്ഥാപനത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷമാണെന്നും അധികൃതർ അറിയിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ആരോഗ്യ പരിശോധനാ രേഖകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും തുടർ നടപടികൾക്കായി താൽക്കാലികമായി അടച്ചുപൂട്ടുകയുമാണ് ചെയ്തത്. തലസ്ഥാനത്തെ ഭക്ഷ്യ വിഷബാധ കേസുകൾ ഒരു തുടർക്കഥയായി മാറുകയാണിപ്പോൾ. അധികൃതർ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഭക്ഷ്യ വിഷബാധ സംഭവിക്കുന്നതിന്റെ എണ്ണം കൂടുന്നതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നത്. അതിനു മുൻപ് വേണ്ട പരിശോധനകളോ നടത്താത്തത് ഹെൽത്ത് വിഭാഗത്തിന്റെ ഭാഗത്തെ വീഴ്ചയെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് കാട്ടാക്കട പഞ്ചായത്തിന്റെ കിള്ളി ജംഗ്ഷനിലെ ഒരു കഫേ 49 എന്ന് പറയുന്ന ഒരു കടയാണ്. ഇവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ കുഴിമന്തി കഴിച്ചിട്ട് ഒരാളിന് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് അവരെ മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് മലയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ശാന്തകുമാർ ഡോക്ടർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. ഞാൻ ഉടൻ തന്നെ പഞ്ചായത്തിലും നമ്മുടെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചു. അതനുസരിച്ച് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടുണ്ട്, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്, ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ഈ കട വന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടത്, അതായത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അടക്കം ഇതിനകത്തുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കൾ ഇതിനകത്ത്, ഭക്ഷ്യവസ്തുക്കൾ ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ കോഴി, ചിക്കൻ മുകളിൽ ഒരുപാട് ഡേറ്റ് കഴിഞ്ഞിട്ട് അഴുകിയ നിലയിലുള്ള ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് പഴകിയ സാധനങ്ങൾ കാണുകയുണ്ടായി. ഒരു വൃത്തിഹീനമായ സാഹചര്യമാണ് ഇതിനകത്ത്. ഈച്ചയുണ്ട്, ഒരുപാട് ഒട്ടും തന്നെ വൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ആഹാരം പാചകം ചെയ്യുന്നത്. ഒരു സാധനങ്ങളും അടച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലും പഴകിയ സാധനങ്ങൾ ഉപയോഗിച്ചുമാണ് ഇവരിവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടർന്ന് വരുന്നത് എന്ന് ബോധ്യമായതിനെ തുടർന്ന് ഇന്നിപ്പോ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ ചേർന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തു. ഈ കട ഇപ്പോൾ ഇവിടെ പൂട്ടുകയാണ്. അപ്പോൾ താൽക്കാലികമായി ഇന്നിവിടെ ഈ ഒരു പ്രവർത്തനം, ഈ കടയുടെ പ്രവർത്തനം നമ്മൾ നിർത്തുകയാണ്. അവരിതെല്ലാം ശരിയാക്കി വന്നത്. ഇപ്പോൾ അവർക്ക് സാനിറ്റേഷന്റെ ഹെൽത്തിന്റെ ഒന്നും യാതൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പോ ഇന്ന് പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് താൽക്കാലികമായി 7 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഈ കട ഇപ്പോൾ ഇവിടെ പൂട്ടുകയാണ്. ലൈസൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് മറ്റിവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഹെൽത്ത് കാർഡില്ല, അവരുടെ ബ്ലഡ് പരിശോധിച്ചതിന്റെ റിപ്പോർട്ടുകളില്ല, അവരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച ഒരു വിവരങ്ങളുമില്ല. മറ്റു വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ബോധ്യമായതിനെ തുടർന്നാണ് ഒരു നോട്ടീസ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത് ഈ ഒരു കട ഇന്നിവിടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. തിരുവനന്തപുരത്തെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യ വിഷബാധ കേസുകൾ തുടർച്ചയായി രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് മാസത്തിൽ ഹോട്ടൽ വിൻസർ രാജധാനിയിൽ ഒരു സ്വകാര്യ പരിപാടിക്കിടെ ബുഫേ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറഞ്ഞത് 20 പേർക്ക് ഭക്ഷ്യ വിഷബാധയുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാബ് പരിശോധനയ്ക്കായി ആരോഗ്യ അധികൃതർ ഭക്ഷണ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഫെബ്രുവരിയിൽ ഒരു സീഫുഡ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന് ഗുരുതരമായ അസുഖം ബാധിച്ചു. ഫിഷ് റോ കഴിച്ചതിനെ തുടർന്ന് 2 കുടുംബാംഗങ്ങൾ മരിച്ചു. പ്രാഥമിക വൈദ്യശാസ്ത്രപരവും രാസപരവുമായ വിശകലനം ബാക്ടീരിയൽ ഭക്ഷ്യ വിഷബാധയേക്കാൾ ശക്തമായ പ്രകൃതിദത്ത സമുദ്ര ന്യൂറോടോക്സിൻ എന്ന് ചൂണ്ടിക്കാണിച്ചു. ജനുവരിയിൽ വെഞ്ചാവോടിനടുത്തുള്ള A1 ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് 50-ലധികം പേരെ കടുത്ത ഛർദിയും വയറുവേദനയും മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോർപ്പറേഷൻ അധികൃതർ റെസ്റ്റോറന്റുടൻ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ആരോഗ്യ വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പും പതിവ് പരിശോധനകൾ ആരംഭിക്കുകയും ശുചിത്വ പ്രോട്ടോകോളുകൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ ഉടനടി അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരികയാണ്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് പലരുടെയും അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.